നമസ്കാരം, ഞാൻ സൂര്യവാസൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. വലുതാകുന്ന വിവാദം. സിനിമാ തിയേറ്ററിൽ ദേശീയഗാനത്തെ ബഹുമാനിക്കാത്തവർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് DGP. കോടതി നിർദ്ദേശമുള്ളതിനാൽ പോലീസിന് നിയമപരമായ നടപടി സ്വീകരിച്ചേ മതിയാകൂ. തിയേറ്ററിനുള്ളിൽ പോലീസിനെ വിനിയോഗിക്കുന്ന കാര്യം പരിഗണിച്ചിട്ടില്ലെന്നും ലോക്നാഥ് ബെഹ്റ. അതിനിടെ എല്ലാ പ്രദർശനങ്ങൾക്കും മുൻപ് എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുന്നത് നിർഭാഗ്യകരമെന്ന കമലിന്റെ പ്രസ്താവന തള്ളി മന്ത്രി AK ബാലൻ. ചലച്ചിത്രമേളയിൽ എല്ലാ സിനിമകൾക്കും മുൻപ് ദേശീയഗാനം കേൾപ്പിക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയെന്ന് മന്ത്രി. വഴിമാറി വർധ. തമിഴ്നാട്ടിലും ആന്ധ്രയിലും കനത്ത നാശം വിതച്ച വർധ ചുഴലിക്കാറ്റ് തീരം വിടുന്നു. ശക്തമായ കൊടുങ്കാറ്റിലും മഴയിലും ചെന്നൈയുടെ വിവിധ ഭാഗങ്ങളിലായി 10 പേർ മരിച്ചതായി റിപ്പോർട്ട്. തമിഴ്നാട് ആന്ധ്ര തീരങ്ങളിൽ വീശുന്ന വർധ കർണാടകയിലെത്തുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. കനത്ത മഴയിൽ സംസ്ഥാനത്ത് പലയിടത്തും വൈദ്യുതി വാർത്താവിനിമയ സൗകര്യം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ട നിലയിൽ. താറുമാറായ റോഡ്, റെയിൽ ഗതാഗതങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിൽ സംസ്ഥാന സർക്കാർ. റെയിൽ ഗതാഗതം തകർന്നതോടെ കേരളത്തിലൂടെ ഓടുന്ന മാവേലി അടക്കം 18 ട്രെയിനുകൾ റദ്ദാക്കിയതായി റെയിൽവേ. ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് മുഴുവൻ തുകയും തിരിച്ചു നൽകുമെന്നും വിശദീകരണം. ആരോപണം ചെറുതല്ല. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജുവിനെതിരെ 450 കോടിയുടെ അഴിമതി ആരോപണം. അരുണാചലിൽ അണക്കെട്ട് നിർമ്മിക്കാനെന്ന പേരിൽ സർക്കാർ ഫണ്ട് തട്ടിയെടുക്കാൻ ശ്രമിച്ചതിന്റെ ശബ്ദരേഖ പുറത്തുവിട്ട് ദേശീയ മാധ്യമം. 2014-ൽ തന്റെ ബന്ധുവായ കോൺട്രാക്ടർക്ക് ഫണ്ട് അനുവദിക്കാൻ റിജിജു സ്വാധീനം ചെലുത്തിയെന്നും റിപ്പോർട്ട്. വെളിപ്പെടുത്തലിനെ തുടർന്ന് കേന്ദ്രമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ്. എന്നാൽ തനിക്കെതിരായ ആരോപണം വ്യാജമെന്ന് കിരൺ റിജിജു. ഇത്തരം വാർത്തകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ ചെരുപ്പ് കൊണ്ടായിരിക്കും കൈകാര്യം ചെയ്യുകയെന്നും പ്രതികരണം. കടുപ്പിച്ച് കോൺഗ്രസ്. നോട്ട് അസാധുവാക്കലിൽ പ്രധാനമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കി വീണ്ടും കോൺഗ്രസ്. ഇന്ത്യക്കാരെ മോദി പണമില്ലാത്തവരാക്കിയെന്ന് രാഹുൽ ഗാന്ധി. സത്യസന്ധരായ ആളുകൾ ഇപ്പോഴും ക്യൂവിൽ നിൽക്കുന്നു. പ്രധാനമന്ത്രിയുടേത് പാവപ്പെട്ടവർക്ക് നേരെയുള്ള യുദ്ധമെന്നും കോൺഗ്രസ് ഉപാധ്യക്ഷൻ. നോട്ട് പിൻവലിക്കൽ ഈ വർഷത്തെ ഏറ്റവും വലിയ അഴിമതിയെന്ന് മുൻ ധനമന്ത്രി P. ചിദംബരം. ബാങ്കുകൾ പണമില്ലെന്ന് പറയുന്ന സാഹചര്യത്തിൽ സർക്കാരിന് എങ്ങനെ പണമുണ്ടെന്ന് പറയാനാകുമെന്നും ചിദംബരം. അതേസമയം രാജ്യത്ത് ഏറ്റവും കൂടുതൽ അഴിമതി നടന്നത് UPA സർക്കാരിന്റെ കാലത്തെന്ന് അരുൺ ജെയ്റ്റ്ലി. കള്ളപ്പണം പിടികൂടാൻ CBIക്ക് അനുമതി നൽകിയതോടെ രാജ്യവ്യാപകമായി പരിശോധന ശക്തം. ബംഗളൂരുവിൽ 1.5 കോടിയുടെ കള്ളപ്പണം വെളുപ്പിച്ച RBI ഉദ്യോഗസ്ഥനും കൂട്ടാളികളും അറസ്റ്റിൽ. പിടിച്ചെടുത്തവയിൽ 16 ലക്ഷം രൂപയുടെ പുതിയ 2000 നോട്ടുകൾ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2620 രൂപ, പവൻ 20,960 രൂപ, വെള്ളി ഗ്രാമിന് 47 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.